ഞങ്ങൾ ജനങ്ങളോട് ഒരു പ്രതിഷേധത്തിൽ മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരല്ല. ഞങ്ങൾ ഒളിച്ചോടിയിട്ടുമില്ല. ഞങ്ങളൊരു ഇഞ്ചുറി ഉണ്ടായാൽ പൂർണ്ണമായും അതിൻ്റെ പുറകെ നിൽക്കുന്ന ആളുകളാണ്. ഇന്നലെ മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോളിനെ എത്തിച്ചു. എന്തുകൊണ്ടാണ് പോളിന് വ്യക്തമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ അവിടെ കഴിയാത്തത്? അത് പ്രതിപക്ഷ എം എൽ എമാരുടെ പരാജയമാണോ? ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. പോളിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിന് മുൻപ് പോൾ മരിച്ചു. പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോൾ വനവകുപ്പ് മന്ത്രി കോഴിക്കോടുണ്ടായിരുന്നു. ഒരു നിമിഷമെങ്കിലും വന്ന് പോളിൻ്റെ മൃതദേഹത്ത് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹം അവിടെ വരാമായിരുന്നു. മാത്രമല്ല, ഇന്ന് ഈ സംഭവമല്ല, പ്രജേഷിൻ്റെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി മൃഗീയമായി ഭക്ഷിച്ചപ്പോഴും അജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമസഭയിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ ഉന്നയിച്ചു. എന്താ പറഞ്ഞത് മന്ത്രി? ഈ ജില്ലയുടെ ചാർജുള്ള മന്ത്രി പറയുകയാണ് എനിക്ക് ലജ്ജ തോന്നുകയാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ നിയമസഭയിലല്ലാതെ എവിടെ പറയുമെന്ന്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രമേയം നിയമസഭയിൽ മന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. പ്രമേയത്തിൻ്റെ ഭേദഗതിയുമായി ഞങ്ങൾ പറഞ്ഞു, ഞാനും സിദ്ദിഖ് എം എൽ എയും സജീബ് ജോസഫും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അടക്കം പറഞ്ഞു കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കണം, കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം. ഞങ്ങൾ പറഞ്ഞതാണ്, സഭാരേഖയിലുണ്ടല്ലോ, നിങ്ങൾക്ക് പരിശോധിക്കാം. മന്ത്രി മറുപടി പറഞ്ഞത് കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇത്തരത്തിലുള്ള ഭയാനകമായ മരണം സംഭവിച്ച പ്രജേഷിൻ്റെയും അജീഷിൻ്റെയും പോളിൻ്റെയും കുടുംബ സാഹചര്യങ്ങൾ വെച്ച് 50 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് അധികാരമുള്ള ഗവൺമെൻറ് കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കണ്ടേ. മറ്റൊരു പരാജയം എന്ന് പറയുന്നത് മാനന്തവാടി സംഭവവുമായി ബന്ധപ്പെട്ട് കുറുവാദ്വീപ് അടച്ചിരിക്കുക. ആ കുറുവ മേഖലയിൽ കൂട്ടത്തോടെ വന്ന ആനയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരാജയപ്പെട്ടത് ഫോറസ്റ്റ് മന്ത്രിയുടെ പരാജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതേ ജില്ലേൻ്റെ ചാർജുള്ള ആളാണ്. ഇതിൻ്റെ മുന്നേ കീഴ്വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. മാധ്യമപ്രവർത്തകരുടെ നാട്ടുകാർക്കൊക്കെ അറിയാം. 2013 നായ്ക്കെട്ടിയിൽ കടുവ ഇറങ്ങിയ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. 13 ദിവസം കൊണ്ട് 17 മൃഗങ്ങളെയാണ്, വളർത്തുമൃഗങ്ങളെയാണ് ഭക്ഷിച്ചത്. ആരവിടെ എത്തിയത്? കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്നു. അന്നത്തെ വനവകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വന്നു. എന്താ പറഞ്ഞത്? ജനങ്ങളോട് നേരിട്ട് പറഞ്ഞു, കടുവ നരഭോജിയാണെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് ആക്ടിൽ പറയുന്നുണ്ടല്ലോ. ഹൈക്കോടതി വിധിയുണ്ടല്ലോ. ജില്ലാ കളക്ടർക്ക് അധികാരങ്ങൾ ഉപയോഗിക്കാം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരങ്ങൾ ഉപയോഗിക്കാം, സബ് കളക്ടർക്ക് അധികാരങ്ങൾ ഉപയോഗിക്കാം. നരഭോജിയായ കടുവയും വെടിവെച്ച് കൊന്നിട്ടില്ല. നരഭോജിയായ 2 ആന ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വിലസുക. ആരാ വീഴ്ചയാണിത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജില്ലയുടെ ചാർജുള്ള ഈ ജില്ലയിലെ ജനങ്ങളോട് അല്പം പ്രതിബദ്ധത ഉണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഭാഗമെന്ന നിലയ്ക്ക് ആദ്യം വനവകുപ്പ് മന്ത്രി എത്തേണ്ടത് എവിടെയാ? ഈ ജില്ലയിലെത്തണം. അദ്ദേഹം ഇന്നും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക ജനങ്ങളോട്. വയനാട്ടിലെ ജനങ്ങളെ തുറന്ന ജയിലിലടച്ചിരിക്കുക.